IV നേതൃത്വം, ലീഡർഷിപ്പ്. കാര്യനിർവഹണത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് നേതൃത്വം. മറ്റുള്ളവരിൽ വ്യക്തിപരമായ സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്ന ഒരു സ്വഭാവസവിശേഷതയാണിത്. മറ്റുള്ളവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും അതിലൂടെ അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നേതൃഗുണം എന്ന് പറയുന്നത്. പൊതുവായ ലക്ഷ്യം നേടുന്നതിന് നേതൃത്വം സഹായിക്കുന്നു. അംഗങ്ങളുടെ സ്വഭാവരൂപീകരണത്തിന് നേതൃത്വം സഹായിക്കുന്നു. നിർവചനം: ആത്മവിശ്വാസത്തോടെയും തീക്ഷ്ണതയോടെയും പ്രവർത്തിക്കാൻ കീഴുദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കാനുള്ള ഒരു മാനേജരുടെ കഴിവാണ് നേതൃത്വം. കൂൺസും ഓഡോണലും. മറ്റുള്ളവരെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നേതാവ്. അവൻ ഫലപ്രദമായ മാർഗനിർദ്ദേശവും ലക്ഷ്യവും നൽകണം. ലൂയിസ് എ. അലൻ. നേതൃത്വത്തിന്റെ പ്രാധാന്യം. നല്ല നേതൃത്വം പ്രവർത്തിക്കാനുള്ള ഊർജ്ജം നൽകുന്നു. അനുയായികളിൽ ആത്മവിശ്വാസമുണ്ടാക്കുന്നു. നല്ല പ്രവർത്തന അന്തരീക്ഷം രൂപീകരിക്കുന്നു. അനുയായികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അനുയായികളെ പ്രചോദിപ്പിക്കുന്നു. അച്ചടക്കമുള്ള അനുയായികളെ വളർത്തുന്നു. നല്ല മാർഗനിർദ്ദേശങ്ങൾ വേണ്ട സമയത്ത് നൽകുന്നു. ഫലപ്രദമായ നേതൃത്വം ഉദ്യോഗസ്ഥരെ നയിക്കുകയും പിന്തുണയ്ക്കുകയും മുൻകൈയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു നേതാവിന് സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ബാലൻസ് നിലനിർത്താനും കഴിയും. നേതൃത്വശൈലികൾ. ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അനുയായികളുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്താൻ നേതാവ് സ്വീകരിക്കുന്ന പെരുമാറ്റ മാതൃകയെയാണ് നേതൃത്വശൈലി എന്ന് പറയുന്നത്. നേതാവിന്റെ കഴിവുകൾ, വൈദഗ്ധ്യം, മനോഭാവം തുടങ്ങിയവയെല്ലാം ഈ ശൈലിയിൽ പ്രതിഫലിക്കുന്നതാണ്. ജീവനക്കാരെ മേൽനോട്ടം നടത്തുന്ന വേളയിൽ നേതാവ് പ്രകടിപ്പിക്കുന്ന സ്വഭാവരീതിയാണ് നേതൃത്വശൈലി. പ്രധാനപ്പെട്ട നേതൃത്വശൈലികൾ താഴെ പറയുന്നു. സ്വേച്ഛാധിപത്യ ഏകാധിപത്യ നേതൃത്വശൈലി, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. സ്വന്തം താൽപര്യപ്രകാരം അനുയായികളെ നിയന്ത്രിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ശൈലിയാണിത്. അധികാരം മാനേജർമാരിൽ കേന്ദ്രീകരിക്കുന്നു. ജീവനക്കാർക്ക് ഈ ശൈലിയിൽ പങ്കാളിത്തം ലഭിക്കുന്നില്ല. കർശനമായ സ്വേച്ഛാധിപതി, സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റ്. നെഗറ്റീവ് പ്രചോദനം, പിഴ ചുമത്തുക, വിമർശിക്കുക ഉപയോഗിച്ച് കീഴുദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. ബെനവലന്റ് സ്വേച്ഛാധിപതി, ബെനവലന്റ് ഓട്ടോക്രാറ്റ്. പോസിറ്റീവ് പ്രചോദനം നൽകുന്നു. തന്റെ അധികാരം ഉപയോഗിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം കീഴുദ്യോഗസ്ഥർക്ക് നൽകുന്നു. മാനിപ്പുലേറ്റീവ് സ്വേച്ഛാധിപതി, മാനിപ്പുലേറ്റീവ് ഓട്ടോക്രാറ്റ്. എല്ലാ തീരുമാനങ്ങളും സ്വയം എടുക്കുന്നു, എങ്കിലും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാണെന്ന തോന്നൽ ജീവനക്കാരിൽ സൃഷ്ടിക്കുന്നു. ഗുണങ്ങൾ: അധികാരം കേന്ദ്രീകരണം, കൂടുതൽ എളുപ്പത്തിൽ തീരുമാനമെടുക്കാം, കർശനമായ നിയന്ത്രണം സാധ്യമാകുന്നു. ദോഷങ്ങൾ: ജീവനക്കാരുടെ വികാരങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല, സ്വാതന്ത്ര്യം കുറവ്, അധികാര ദുർവിനിയോഗം കൂടുതൽ, ജീവനക്കാരുടെ കാര്യക്ഷമത കുറവായിരിക്കും. പങ്കാളിത്ത നേതൃത്വശൈലി, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. ജനാധിപത്യ നേതൃത്വശൈലി ബൈ കൺസൾട്ടേറ്റ് സ്റ്റൈൽ. സ്ഥാപനങ്ങൾക്ക് ഏറ്റവും യോജിച്ച നേതൃത്വശൈലിയാണിത്. അധികാര വികേന്ദ്രീകരണമാണ് ഇതിന്റെ സവിശേഷത. തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ മാനേജർമാരും ജീവനക്കാരും ഒരുപോലെ പങ്കാളികളാകുന്നു. ഗുണങ്ങൾ: വികേന്ദ്രീകരണം സാധ്യമാണ്, ജീവനക്കാർക്ക് പങ്കാളിത്തമുള്ളതാണ്, പ്രചോദനം നൽകുന്ന ശൈലിയാണ്, പരാതികളും പ്രശ്നങ്ങളും കുറവായിരിക്കും, തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് കുറവാണ്. ദോഷങ്ങൾ: ജീവനക്കാരെ നിലനിർത്തുന്നതിന് ചിലവ് കൂടുതലാണ്, മാനേജർമാർക്ക് അധികാരം കുറവായിരിക്കും, തീരുമാനമെടുക്കുന്നതിന് സമയം കൂടുതലായിരിക്കും, നിയന്ത്രണങ്ങൾ കുറവാണ്. സ്വതന്ത്ര നേതൃത്വശൈലി, ഫ്രീ റെയിൻ ലീഡർഷിപ്പ്. അനുവദനീയമായ ശൈലി, കീഴ് ജീവനക്കാർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകുന്ന ശൈലിയാണ് ഇത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പൂർണ്ണമായും ജീവനക്കാർക്ക് വിട്ടുകൊടുക്കുന്നു. പ്രത്യേക പദ്ധതി നടത്തിപ്പിനോ വിശേഷപ്പെട്ട പ്രവർത്തനങ്ങൾക്കോ മാത്രമാണ് ഈ ശൈലി ഉപയോഗിക്കേണ്ടത്. ഗുണങ്ങൾ: ജോലി സംതൃപ്തി, മനോവീര്യം വർദ്ധിപ്പിക്കുന്നു, കീഴുദ്യോഗസ്ഥരുടെ വികസനത്തിന് പരമാവധി സാധ്യത, ഉദ്യോഗസ്ഥരുടെ കഴിവിന്റെ പൂർണ്ണമായ വിനിയോഗം. ദോഷങ്ങൾ: കീഴുദ്യോഗസ്ഥന്മാർക്ക് നേതാവിന്റെ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭിക്കുന്നില്ല, കീഴുദ്യോഗസ്ഥർക്ക് വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പിതൃത്വ നേതൃത്വ ശൈലി, പറ്റനലിസ്റ്റിക് സ്റ്റൈൽ. മാനേജർമാർ ഒരു പിതാവിനെപ്പോലെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് സ്ഥാപനത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു. കുടുംബത്തിലെ അംഗങ്ങളോട് ഒരു പിതാവ് പെരുമാറുന്നതുപോലെ കീഴ് ജീവനക്കാരെ പരിഗണിക്കുന്നു. അതിനാൽ ജീവനക്കാർ വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നു. എന്നാൽ മുതിർന്ന ജീവനക്കാർക്ക് ഇത്തരം ശൈലിയിൽ താൽപര്യമുണ്ടാകണമെന്നില്ല. നേതൃത്വത്തിന്റെ തരങ്ങൾ. ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. പോസിറ്റീവ് നേതൃത്വം. പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് അനുയായികളെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഉയർന്ന കാര്യക്ഷമത കാണിക്കുന്നവർക്ക് അതിനനുസരിച്ച് പ്രോത്സാഹനവും നൽകുന്നു. ഉയർന്ന ബോണസ്. നിഷേധാത്മക നേതൃത്വം. നെഗറ്റീവ് ലീഡർഷിപ്പ്. ഭയപ്പെടുത്തുന്നതിലൂടെ അനുയായികളെ സ്വാധീനിക്കുന്നു. കഠിനാധ്വാനം ചെയ്യാൻ നിർബന്ധിക്കുകയും നിലവാരം പുലർത്തിയില്ലെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നു. നേതാവിന്റെ ഗുണങ്ങൾ. ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. പ്രചോദിപ്പിക്കാൻ ഉള്ള കഴിവ്. ബുദ്ധിശക്തി. പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ്. വൈകാരിക സ്ഥിരത. പക്ഷം ചേരാതെ തീരുമാനമെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള കഴിവ്. ആശയവിനിമയ നൈപുണ്യം. നയിക്കാനുള്ള കഴിവ്. സാമൂഹിക ബോധം.
സാങ്കേതിക പരിജ്ഞാനം, ആത്മവിശ്വാസം, ദീർഘവീക്ഷണം, സഹാനുഭൂതി, ധാർമ്മിക ഗുണങ്ങൾ, സത്യസന്ധത, ആത്മാർത്ഥത, പ്രതിബദ്ധത, പൊരുത്തപ്പെടൽ, പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ്, ധൈര്യം, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ്, ഏകോപനശേഷി, ഉത്തരവാദിത്വബോധം, നല്ല സംഘാടകനായിരിക്കണം, കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ്, അനുയായികളുടെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കുക, മാതൃകയാക്കുക, സ്വയം പ്രവർത്തിച്ച് ഉത്സാഹം പകർന്നു നൽകുക. ആശയവിനിമയം ബൈ സംവേദനം, കമ്മ്യൂണിക്കേഷൻ. പൊതുവായ കോമൺ എന്ന അർത്ഥം വരുന്ന കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന പദം ഉണ്ടായത്. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ആശയവിനിമയം സംവേദനം എന്ന് പറയുന്നത്. മറുപടി ലഭിക്കുമ്പോൾ മാത്രമേ ആശയവിനിമയം പൂർത്തിയാകുന്നുള്ളൂ. നിർവചനം: രണ്ടോ അതിലധികമോ വ്യക്തികളുടെ വസ്തുതകൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവയുടെ കൈമാറ്റമാണ് ആശയവിനിമയം. ന്യൂമാനും സമ്മറും പൊതുധാരണയിൽ എത്തുന്നതിനായി ആളുകൾ പരസ്പരം വിവരങ്ങൾ സൃഷ്ടിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആശയവിനിമയം. റോജേഴ്സ്. സവിശേഷതകൾ: രണ്ടാളുകളെങ്കിലും ഉണ്ടായിരിക്കണം. ആശയം, സന്ദേശമുണ്ടായിരിക്കണം. വാചികമോ ലിഖിതമോ ആംഗ്യഭാഷയിലുള്ളതോ ആകാവുന്നതാണ്. വിവരം കൈമാറുകയും അത് മനസ്സിലാവുകയും വേണം. സ്വീകർത്താവിന്റെ മറുപടിയിലൂടെ സന്ദേശം മനസ്സിലായിട്ടുണ്ടെന്ന് അയച്ചയാൾക്ക് അറിയാൻ സാധിക്കുന്നു. ഒരു ഉദ്ദേശ്യം, ലക്ഷ്യമുണ്ടായിരിക്കണം. പ്രാധാന്യം: സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമാണ്. കാര്യക്ഷമമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമാണ്. നല്ല ഏകോപനത്തിന് ആവശ്യമാണ്. നല്ല നേതൃത്വത്തിന് ആശയവിനിമയം ആവശ്യമാണ്. ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിനും അവരുടെ മനോവീര്യം ഉയർത്തുന്നതിനും ആവശ്യമാണ്. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നു. ആശയവിനിമയത്തിന്റെ തത്വങ്ങൾ. പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സന്ദേശത്തിന് വ്യക്തത, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. യോജിച്ച ഭാഷയായിരിക്കണം. ആശയത്തിന് സ്ഥിരതയുണ്ടായിരിക്കണം. ഉചിതമായ സമയത്താണ് ആശയം വിനിമയം ചെയ്യേണ്ടത്. മറുപടി, ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. ശരിയായ മാധ്യമത്തിലൂടെയാണ് ആശയവിനിമയം നടത്തേണ്ടത്. ആശയം പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നതാവണം. വിവരങ്ങൾ ചുരുക്കിയാണ് വിനിമയം നടത്തേണ്ടത്. ആശയവിനിമയ പ്രക്രിയയിലെ ഘടകങ്ങൾ. എലിമെന്റ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ആശയവിനിമയം നിരന്തരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓരോ ഘടകങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ആശയവിനിമയം പൂർണ്ണമാവുകയില്ല. താഴെ പറയുന്ന 8 ഘടകങ്ങളാണ് ആശയവിനിമയത്തിൽ ഉൾപ്പെടുന്നത്. പ്രേഷിതൻ, സെൻഡർ, ആശയം കൈമാറുന്ന ആളാണ്. സന്ദേശത്തിന്റെ ഉറവിടമാണ് ഇത്. സന്ദേശം, ആശയം, മെസ്സേജ്, ആശയവിനിമയത്തിന്റെ വിഷയം. ഒരു ആശയമോ നിർദ്ദേശമോ അഭിപ്രായമോ ആകാം. കോഡ് രൂപത്തിലാക്കുക. എൻകോഡിംഗ്, ആശയത്തെ കോഡ് രൂപത്തിലേക്ക് മാറ്റുന്നു. അടയാളങ്ങൾ, ചിത്രങ്ങൾ, ആംഗ്യങ്ങൾ. മാധ്യമം, ചാനൽ, മീഡിയ ചാനൽ സന്ദേശം കൈമാറ്റം ചെയ്യുന്ന മാർഗം. ഉദാഹരണം: ടെലിഫോൺ, എഴുത്തുകൾ. കോഡ് രൂപം മാറ്റുക. ഡീകോഡിംഗ്, സ്വീകർത്താവിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് സന്ദേശത്തെ വിവർത്തനം ചെയ്യുന്നതാണ്. സ്വീകർത്താവ്, റിസീവർ, സന്ദേശം സ്വീകരിക്കുന്ന ആൾ. മറുപടി, ഫീഡ്ബാക്ക്, സന്ദേശം ലഭിച്ചതിന്റെ പ്രതികരണം. വ്യക്തമായ ആശയവിനിമയം നടക്കുന്നതിന് മറുപടി നൽകേണ്ടതുണ്ട്. ശബ്ദം, നോയ്സ്, ആശയവിനിമയത്തിൽ സംഭവിക്കുന്ന തടസ്സങ്ങൾ. അവ്യക്തമായ ചിഹ്നങ്ങൾ, ഉപകരണങ്ങളുടെ തകരാറ്. ആശയവിനിമയത്തിന്റെ തരങ്ങൾ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. 1. ഘടനയുടെ അടിസ്ഥാനത്തിൽ. ഔപചാരിക ആശയവിനിമയം, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ഘടനയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആശയവിനിമയം. ഔപചാരിക ആശയവിനിമയ ശ്രേണിയിലൂടെയാണ് സ്കേലാർ ചെയിൻ ആശയം കൈമാറുന്നത്. പ്രയോജനങ്ങൾ: തെറ്റിദ്ധാരണ ഒഴിവാകുന്നു. ഉത്തരവാദിത്വം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നു. നല്ല ഏകോപനവും അച്ചടക്കവും നിലനിർത്തുന്നു. ദോഷങ്ങൾ: ഓഫീസർമാരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. വിവരങ്ങൾ കൈമാറുന്നതിൽ കാലതാമസമുണ്ടാക്കുന്നു. തീരുമാനമെടുക്കൽ വൈകുന്നു. അനൗപചാരിക ആശയവിനിമയം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. പ്രത്യേക നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത ആശയവിനിമയം. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. മുന്തിരിവള്ളി ആശയവിനിമയം എന്നും അറിയപ്പെടുന്നു. പ്രയോജനങ്ങൾ: വിവരങ്ങൾ വളരെ വേഗത്തിൽ കൈമാറുന്നു. അയച്ചയാളും സ്വീകർത്താവും അവരുടെ വിവരങ്ങൾ സ്വതന്ത്രമായി കൈമാറുന്നു. ദോഷങ്ങൾ: ക്രമത്തിലല്ല. തെറ്റായ വിവരങ്ങൾ വഹിക്കാൻ സാധ്യതയുണ്ട്. ആശയക്കുഴപ്പമോ തെറ്റിദ്ധാരണയോ ഉണ്ടാക്കിയേക്കാം. ഉത്തരവാദികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. വിശ്വാസയോഗ്യമല്ല. 2. ദിശയുടെ അടിസ്ഥാനത്തിൽ. താഴോട്ടുള്ള ആശയവിനിമയം, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരുമായി നടത്തുന്ന ആശയവിനിമയം. ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ. മുകളിലോട്ടുള്ള ആശയവിനിമയം, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുമായി നടത്തുന്ന ആശയവിനിമയം. റിപ്പോർട്ടുകൾ, പരാതികൾ. സമാന്തര ആശയവിനിമയം, ഹൊറിസോണ്ടൽ